ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പതിവ് തെറ്റിച്ചില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ആ ഒരു 70 മിനിറ്റ്സ് വരെയെല്ലാം പിടിച്ചു നിന്നത് കണ്ടതിൽ ഞാൻ വിചാരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ എങ്കിലും ആക്കുമായിരുന്നു. ഒരു പോയിൻ്റെങ്കിലും കിട്ടി ഒരു പോയിൻറ്റും കൊണ്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചായിരുന്നു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിന്ന്. പക്ഷേ അത് നടന്നില്ല. എന്താ പറയുക, ഒരു കളിച്ചില്ല അതുപോലത്തെ ഒരു ഇതായിപ്പോയി. എന്താ പറയുക, ഫുൾ ടീമിനെ തന്നെ അമോറിം ഫുൾ ടീമിനെ തന്നെ ഇറക്കി. ഇന്നലെ തന്നെ അത് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരുന്നു, എല്ലാ ഗെയിംസും ഫൈനലാണ്, ലാസ്റ്റത്തോടെ എടുക്കുകയാണ്, ആർക്കും റെസ്റ്റ് ഒന്നും കൊടുക്കുക. എന്തിന് റെസ്റ്റ് കൊടുക്കണം, ഇറങ്ങിയിട്ട് ഇങ്ങനെ തന്നെയുള്ളത്. പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ഇഞ്ചുറി ഒന്നും വന്നില്ല. ഒരു ഇഞ്ചുറി ഒന്നും ഇല്ലാതെ കളി അവസാനിച്ചിട്ടുണ്ട്. അതിൽ ഒരു സമാധാനമുണ്ട്. മഗ്വയറിൻ്റെ ആ ഗോള് ആകെ എടുത്തു പറയാൻ അത് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് എപ്പോഴാണ് വരുന്നതെന്ന് കണ്ടില്ലേ? 80-ാം മിനിറ്റിലാണ് ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് വരുന്നത് അമാദിൻ്റെ. എന്തോന്നാ ഇത്? ആ ഹോയിലുണ്ടിനെ പറഞ്ഞ് മടുത്ത. അവനോട് പോയിട്ട് വല്ല പൂച്ചക്ക് പുല്ല് പറിച്ചു കൊടുക്കാൻ പറ. അവനെ കൊണ്ടൊന്നും ഒരു ഗുണം പറഞ്ഞു. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ അവനെ പറയാത്ത ഒരൊറ്റ വീഡിയോ പോലും ഉണ്ടാവില്ല. ഇതുപോലൊരു വാഴ മരത്തടി ഇതിലും ബെസ്റ്റാണ്. മരത്തടി ചങ്ങായിക്കൊന്നും കളിക്കാൻ പറ്റത്തില്ല. ഇറങ്ങി പോടോ ടീമെന്ന്. എന്തിനാണ് ഇതുപോലെ ഒരു 12 vs 10 എന്ന് പറഞ്ഞിട്ടൊരു കളിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ഒന്ന് ബോൾ ഹോൾഡ് ചെയ്യുക, ബോൾ എടുക്കുക. ഫസ്റ്റ് ടച്ചിൻ്റെ എല്ലാം കോലം എൻ്റെ പടച്ചോനെ പെറ്റാ തള്ള സഹിക്കൂല. ഇതുപോലത്തെ ഒരു ഊള പ്ലെയർ യുണൈറ്റഡ് ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല സ്ട്രൈക്കേഴ്സിൽ. എനിക്കൊന്ന് ഫുട്ബോൾ യുണൈറ്റഡ് എന്ന് തന്നെ പറയണ്ട, ഈ ലോകത്തുള്ള ഫുട്ബോൾ ടീമുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചെറ്റ പ്ലെയർ സ്ട്രൈക്കർ, ഇങ്ങനത്തെ ഒരു ചെറ്റ സ്ട്രൈക്കർ ഉണ്ടാവില്ല. ഹോയിലുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു നാറീനെ പോലത്തെ ഒരു കളിക്കാരൻ? ഒരാവശ്യമില്ല ഇവനെ കൊണ്ടത്, ഒരു ഉപകാരമില്ല. അവരൊന്നും കളിക്കാത്തതുകൊണ്ടാണ് മഗ്വയർ കയറി സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത്. എങ്ങനെ ഗോൾ അടിക്കണമെന്ന് മഗ്വയർ കാണിച്ചു തന്നത്. അത് ഇഞ്ച് കണക്കിനാണ് പോയത്, ഇഞ്ച് കണക്കിന്. ഒരു വല്ലാത്തൊരു, അതൊക്കെ വാറൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. എന്താണത് ഇത്രയുള്ള ഒരു പശക്കൊക്കെ വാറ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്തൊരു അവസ്ഥയായി പോയി. 70 മിനിറ്റ് വരെ ഈ ചെൽസീൻ്റെ കൂടെ പിടിച്ച് നിന്നിട്ട് ലാസ്റ്റ് പറ്റിയില്ലല്ലോ. ഞാൻ വിചാരിച്ച് ചെൽസിക്ക് ഒരു പണി കൊടുത്തിട്ട് യൂറോപ്പ ലീഗിലേക്ക് പോകാതിരിക്കുന്നത്. ഇനിയിപ്പോൾ യൂറോപ്പ ലീഗ് ഫൈനലിൽ പോയിട്ട് അയ്യോ അമോറിം എന്താണ് ഉദ്ദേശിച്ചത്? ഈ ടീമിനെ തന്നെ ഫൈനലിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം 70 മിനിറ്റ്സോളം ഈ പ്ലെയേഴ്സിനെ തന്നെ കളിപ്പിച്ചത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ടീമിനെ ഇറക്കാൻ പാടില്ല. അവിടെ ആ മൗണ്ടിന് പകരം ഗർനാച്ചോ തന്നെ വരണം. ഗർനാച്ചോ വന്നു കഴിഞ്ഞാൽ, കാരണം നമുക്ക് ആ ലോങ് ബോൾസും കൗണ്ടേഴ്സൊക്കെ കളിക്കണമെങ്കിൽ ഗർനാച്ചോ അമാദ് പോലത്തെ നല്ല സ്പീഡിലുള്ള വിങ്ങേഴ്സിനെ നമുക്ക് വേണം. അല്ലാണ്ട് മൗണ്ടിനെ കൊണ്ട് പറ്റില്ല. മൗണ്ട് കളിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. മൗണ്ട് നല്ലപോലെ പ്രസ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഗർനാച്ചോ ഉണ്ടാകുമ്പോഴാണ് ബ്രൂണോൻ്റെ മറ്റേ ലോങ് പാസുകൾ വരിക. അത് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് നല്ലപോലെ എന്താ പറയുക അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഒരേ തൂവൽ പക്ഷികളാണ് ഇപ്പോൾ ഫൈനലിലുള്ളത്. അപ്പുറത്തെ ടോട്ടൻഹാമും തോറ്റു, ഇവിടെ നമ്മളും തോറ്റു. കഴിഞ്ഞ മാച്ചിലും തോറ്റു, നമ്മളും തോറ്റു. തോറ്റ് പണ്ടാരടങ്ങിയ 2 ക്ലബ്ബ് അവരാണ് യൂറോപ്പ ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. എന്താവോ എന്തോ, അവിടെ അടപടലാവോ എന്നറിയില്ല. ഡു ഓർ ഡൈ സിറ്റുവേഷനിലുള്ളത്. ആകെയുള്ളൊരു പിടിവള്ളി അത് മാത്രമേ ഉള്ളൂ. ചെൽസീൻ്റെയൊക്കെ സന്തോഷം കണ്ട അവർക്ക് ഈ ജയം അനിവാര്യമായിരുന്നു. അവർക്ക് ആ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ കയറണമെങ്കിൽ ഇത് അനിവാര്യമായിരുന്നു. അവർ ജയിച്ചു. നല്ല ഗോളായിരുന്നു. അത് മസ്റൂയി ഏത് ഒലക്കയിൽ പോയി കിടക്കുന്നതിനോട് ഇവൻ മാർക്കൊന്നും ചെയ്യാണ്ട്. എനിക്ക് തോന്നുന്നില്ല സ്പേഴ്സിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇവന്മാർക്ക്. സണ്ണൊക്കെ മാഡിസണൊന്നും ഇല്ല, മാഡിസണും കുളിസബ്സ്കിയൊന്നും ഇല്ല. പക്ഷേ ആ സണ്ണൊക്കെ ഉണ്ടല്ലോ, സണ്ണ്, മത്തായി, സ്റ്റെല്ല്, അവർക്ക് ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ട്. ആൻജെ ആണെങ്കിൽ ഒരു മനുഷ്യനെ ഇറക്കിയിട്ടില്ല. ആകെ സണ്ണ് മാത്രമായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി സെക്കൻഡ് ലെഗിൽ ബോർഡോൻ്റെ കൂടെ കളിച്ച ഒരൊറ്റ പ്ലെയർ ഇല്ലാന്ന് ഞാൻ സ്റ്റാറ്റ് കണ്ടത്. സണ്ണ് മാത്രമേ ഉള്ളൂ. സണ്ണ് ആ ടൈമിൽ ഇഞ്ചുറി ആയിരുന്നു. നമ്മളെല്ലാവരും ഇറക്കിയിട്ടുണ്ട്. ഇതിൽ മൂഞ്ചി അടപടലം തീരുമാനമായി. എന്താ പറയുക, 3G ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമായി മാറി. ഹിസ്റ്ററിയിൽ ഇത്രത്തോളം തോൽവികൾ, 18 തോൽവി ഒരു സീസണിൽ. ഇവന്മാർ ചെൽസി ഗോളടിച്ചതിന് ശേഷം ഇവന്മാർ കളി വിട്ട്. ബ്രൂണോ ഒക്കെ പോയപ്പോൾ കളിയില്ല, ആരുമില്ല. പിന്നെ സെറ്റ് പീസൊക്കെ വന്നിട്ട് അമാദിനൊന്നും എടുക്കാൻ തന്നെ കഴിയുന്നില്ല. ഇതാണ് പറയുന്നത്, ആ ബ്രൂണോന് ഒരു പകരക്കാരൻ നിർബന്ധമാണ്.
ട്രാൻസ്ഫർ ഒന്നും നോക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കിളവന്മാരെല്ലാം ക്ലബ്ബ് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നശിപ്പിക്കുക എന്നല്ലാണ്ട് വേറെ ഒരു മണ്ണാങ്കട്ടി നമ്മൾ പ്രതീക്ഷിക്കണ്ട. മടുത്തുപോയി. ചെൽസീൻ്റെ ഈ ഗോൾ കഴിഞ്ഞിട്ട് 20 മിനിറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് തിരിച്ചടിക്കാൻ ശ്രമിക്കുക പോലും ചെയ്തില്ല എന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചത്. അതിൻ്റെ ഒരൊറ്റ ഷോട്ട് വന്നു, വേറെ ഒന്നുമില്ല. കളിച്ചിരുന്ന് ഇന്നെല്ലാവരും ഇന്ന് ഡോർഗുവൊക്കെ നല്ല ഫോമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യം ഉണ്ടായില്ല. പക്ഷേ ആ സ്ട്രൈക്കറിൻ്റെ ആ ഒരു വിടവുണ്ടല്ലോ, അറ്റാക്കിലേക്ക് അങ്ങ് ബോൾ എത്തുന്നില്ല. ഡിഫൻസിൽ നിന്നും മിഡിൽ ഇങ്ങനെ കളിക്കുക എന്നല്ലാണ്ട് ആ ഒരു അറ്റാക്കിൽ ബോൾ എത്തുമ്പം അവിടുന്ന് ഫിനിഷ് ചെയ്യാൻ ഒരാളില്ല. മൗണ്ടിന് നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു അമാത് വെച്ച് കൊടുത്തത്. എന്ത് കൂതറ ഫിനിഷാണ് ചങ്ങായി ചെയ്തത്. ലെഫ്റ്റ് ലെഗ് ഓൻ്റെത് പ്രിഫേർഡ് ഫുട്ട് റൈറ്റ് അല്ല, കറക്റ്റ് ഉണ്ട്. ഒന്ന് വെച്ചു കൊടുത്താൽ മതിയായിരുന്നു. ചങ്ങായി ലെഫ്റ്റ് കൊണ്ടൊക്കെ അടിക്കാൻ നോക്കിയിട്ട് എന്തിനാണിത്? പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സീസൺ എഴുതി തള്ളിയതാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ, ഒരു പോയിൻ്റ് കിട്ടിയിട്ട് എത്ര കാലമായി. ഞാനത് ആലോചിക്കുന്നത്, ഒരു പോയിൻ്റ് കിട്ടാൻ ഇവന്മാരെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഇനി 21-ാം തീയതി എന്താ പറയുക, കബറടക്കം ഉണ്ടാവുമോ ഇല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുമോ എന്ന് നമുക്ക് അന്നറിയാം. ഇപ്പോൾ കുയിലിട്ടിട്ടേ ഉള്ളത്. മണ്ണ് സ്പേഴ്സ് ഇടുവോ അല്ലെങ്കിൽ ആ കുയിൽ അണ്ടർടേക്കർ എണീച്ച് വരുന്നത് പോലെ എണീച്ച് വരുമോ എന്ന് 21-ാം തീയതി അറിയാം. ബൈ.